ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം 110 തവണ ഈ ഇസ്മിനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിക്കൊടുക്കും. നീർവീക്കമുള്ളവർ ദിവസവും 3 പ്രാവശ്യം ഈ ഒരു ഇസ്മിനെ ഓതുന്നതിനെ പതിവാക്കിയാൽ വളരെ വേഗത്തിൽ തന്നെ ആ രോഗങ്ങൾ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് സുഖപ്പെടുമെന്നുള്ളതാണ്. വിദേശത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, സ്വദേശത്തേക്ക് എത്താൻ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ഇസ്മ ഒരു കടലാസിൽ എഴുതി അതിനെ ചുമന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വദേശത്തേക്കാണെങ്കിൽ സ്വദേശത്തേക്ക്, വിദേശത്തേക്കാണെങ്കിൽ വിദേശത്തേക്ക് എത്താൻ കാരണമാകുമെന്നുള്ളതാണ്. ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള തജ്രിബത്തുള്ള മുജറബായ അമലുകളാണ് ഈ പറയുന്നത്. ഈ ഇസ്മ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഇസ്മാണെന്ന് മാത്രമല്ല, ഇതില് 2 യാ ഉണ്ട്. ആ 2 യാ ഉന്നതമായ സ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരും അത്തരം സ്ഥാനങ്ങളിൽ എത്താൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഇസ്മിനെ മുറുകെ പിടിക്കാവുന്നതാണ്. അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കണം. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അങ്ങനെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചാൽ ആ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ ഇസ്മുകളും മഹാന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഓരോ ഇസ്മുകളും ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞ ചില ഇസ്മുകളൊക്കെയുണ്ട്. കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ മതി, ആ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അത് തിരിച്ചു ലഭിക്കും. വിവാഹം ശരിയാകാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ഈ രൂപത്തിലുള്ള അമല് ചെയ്താൽ മതി. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക്, കുടുംബത്തിൽ ഐക്യമില്ലാത്തവർക്ക്, ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ കൊണ്ട് ചെയ്യാവുന്ന നിരവധി അമലുകളുണ്ട്. അത് പഠിച്ചവർക്ക് ദുനിയാവിൽ ഒരു കാര്യവും സാധിക്കാതെ പോകാനുള്ള അവസരം ഉണ്ടാവില്ല. എല്ലാം ആ ഇസ്മുകളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകത അതിന്റെ ഓരോ ഇസ്മുകളെ കുറിച്ചും ഗഹനമായി പഠിക്കാനും ആഴങ്ങളിലിറങ്ങി പഠിക്കാനും അതിന്റെ ഇസ്മുകളുടെ ആദതുകളും മറ്റുമൊക്കെ കൂട്ടിയിട്ട് കൃത്യമായി അത് പ്രയോഗിക്കാനും അറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വീഡിയോസുകളിൽ വളരെ ചെറിയ രൂപത്തിലുള്ള അമലുകളാണ് നമ്മൾ പറയുക. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മുമ്പത്തെ വീഡിയോസിലൊക്കെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചുള്ള ഒരു ഗഹനമായ പഠനം ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. അപ്പോൾ ഓരോ ഇസ്മിനെ കുറിച്ചും ഇടകീറി നമ്മൾ ചർച്ച ചെയ്യും. അതിന്റെ പ്രയോഗങ്ങൾ എന്താണെന്ന് പറയും, എങ്ങനെ പ്രയോഗിക്കണമെന്ന് പറയും എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസ് ഉണ്ടാകും. അപ്പൊ അതിന് പലരും ഞാൻ അങ്ങനെ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഡയറിയൊക്കെ വാങ്ങിച്ച് ക്ലാസ് എഴുതി വെക്കണം എന്ന് കരുതി പ്രത്യേകം തയ്യാറായിരിക്കുന്നവരൊക്കെയുണ്ട്. ക്ഷമയോടുകൂടെ കാത്തിരിപ്പ് നീളും തോറും അത് വളരെ ഗഹനമേറിയതും ആഴമേറിയതും നമുക്ക് ഉപകാരപ്രദമായതുമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് അലി എന്ന് പറയുന്ന ഇസ്മ. ഐനാണ് ഫസ്റ്റത്തെ അക്ഷരം. യാ അലിയു യാ അല്ലാഹ്, അത്യുന്നതൻ, സമുന്നതൻ എന്നൊക്കെയാണ് അലി എന്ന പദത്തിന്റെ അർത്ഥം. ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നാണല്ലോ. ആ ഉലുവ് എന്ന പദത്തിൽ നിന്നാണ് ഈ ഇസ്മിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. സൂഫി ചക്രവാളത്തിലെ വലിയ വലിയ മഹാരഥന്മാർ അവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഇസ്മാണ് ഈ ഇസ്മ. ഈ ഇസ്മുകളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മ കൂടെയാണ്. ഇതിനെ പ്രകീർത്തിക്കല്, ഇതിനെ ഉരുവിടൽ വർദ്ധിക്കും തോറും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ജീവിത വസന്തം അയാളിലെ അത് ഫലിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങളിലുള്ള സ്വാധീനം ഏറിവരും. ആത്മാവിലെ അഭിവൃദ്ധിയും സിദ്ധിയും ശുദ്ധിയും ഏറിവരും. സകല ആളുകളും അയാൾ അനുസരിക്കും. അയാൾക്ക് ഇതിനെ ഉരുവിടുന്നവർക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് പറയുന്നത്. ആരും പരിഗണിക്കാതെ നടന്നിരുന്നവർക്ക് ഈ ഇസ്മിനെ കൃത്യമായി ഉപയോഗിക്കാനും ഇതിനെ ഉരുവിടാനും ഇതിനെ
ഉരുവിട്ടുകൊണ്ടിരിക്കാനും തയ്യാറായാൽ അവരെല്ലാവരും പരിഗണിക്കും, എല്ലാവർക്കിടയിലും വാല്യൂ ഉള്ളവരായി മാറും, എല്ലാവർക്കും ഇടയിൽ ഒരു കാര്യപ്പെട്ട ആളായിട്ട് മാറാനും സാധിക്കും. ഈ വിദ്യാർത്ഥികള്, മക്കള്, പഠിക്കുന്ന മക്കള്, അവരൊക്കെ അവരുടെ വൈജ്ഞാനിക വളർച്ചയ്ക്ക്, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, അവരുടെ പഠനത്തിലുള്ള ഉയർച്ചക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഇസ്മ കൂടെയാണ് യാ അലിയു യാ അല്ലാ എന്നുള്ള ഇസ്മ. ഈ ഇസ്മ അലീം എന്ന പദത്തിനോടുകൂടെ, അങ്ങനെ ഒരു ഇസ്മ ഉണ്ടല്ലോ യാ അലീമു യാ അല്ലാ എന്നുള്ള, ആ ഇസ്മോടുകൂടെ ചേർത്ത് ചൊല്ലിയാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ രാവിലെ മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത്, സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ച് ഒരു 3 തവണ യാ അലിയു യാ അല്ലാ, യാ അലീമു യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് ഒന്ന് മന്ത്രിച്ച് പറഞ്ഞയച്ചാൽ, അല്ലെങ്കിൽ അവരുടെ തലയിൽ കൈവച്ച് ഒന്ന് ഊതി, തലയിൽ കൈവച്ചൊന്ന് ചൊല്ലിയിട്ട് പറഞ്ഞയച്ചാൽ അതവരുടെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് ഉപകാരമാകും, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, അവരുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, അവരുടെ പഠന വിഷയങ്ങളിലൊക്കെ നല്ല ഉയർച്ച ലഭിക്കാൻ കാരണമാകും. എന്താണ് ചെയ്യേണ്ടത്? അവരുടെ തലയോ പിരടിയോ ഒക്കെ പിടിച്ച് യാ അലിയു യാ അല്ലാ, യാ അലീമു യാ അല്ലാ, അല്ലെങ്കിൽ യാ അലിയു യാ അലീമു യാ അല്ലാ എന്ന് പറഞ്ഞ് അത് പ്രത്യേകം ചൊല്ലിയിട്ട് പറഞ്ഞയച്ചാൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഇസ്മ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നിസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 110 പ്രാവശ്യം ഇത് പതിവാക്കി ചൊല്ലിയാൽ അവൻ ആ ചൊല്ലുന്ന സമയത്ത് എന്ത് നീയത്താണോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ കരുതുന്നത്, ആ നീയത്തുകളൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നീർവീക്കമുള്ള ആളുകളെ ദിവസവും 3 പ്രാവശ്യം ഇത് ഓതുക. അത് 3 ദിവസം തന്നെ ഓതണം. അങ്ങനെ 3 ദിവസം ഓതിയാൽ അത് വളരെ പെട്ടെന്ന് ആ അസുഖം സുഖപ്പെടും എന്നുള്ളതാണ്. ഓതിയിട്ട് കയ്യിൽ ഊതുക, അതേപോലെ തന്നെ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് ആ വേദനയുള്ള വീക്കമുള്ള ഭാഗങ്ങളിൽ തടവുക. എന്നാൽ ഈ ഇസ്മിന്റെ മഹത്വം കൊണ്ട് അത് വളരെ ഫലപ്രദമാണ് ആ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകള്, ഉദ്യോഗാർത്ഥികള്, അങ്ങനെയുള്ള ആളുകള്, അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്രയാസപ്പെടുന്ന തടസ്സങ്ങളൊക്കെയുള്ള ആളുകള്, അവരൊക്കെ ഈ ഇസ്മിനെ ഒരു കടലാസിൽ അതിനെ എഴുതുക. ഒന്നുകിൽ അതൊരു നമ്മൾ സാധാരണ ഏലസായിട്ട് കെട്ടുന്നത് പോലെ കെട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അത് കൃത്യമായി എഴുതേണ്ട രൂപത്തിൽ ഷർത്തുകളൊക്കെ പാലിച്ചെഴുതണം. ഞാൻ മുമ്പ് പലരും ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ പറയാറുണ്ട് ചില ഷർത്തുകൾ. ആ ഷർത്തുകൾ പാലിച്ച് കൃത്യമായി എഴുതിയിട്ട് ആ ഇസ്മിനെ ചുമന്നാൽ അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഇത് എഴുതിയത്, അതല്ല നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ ഇത് എഴുതിയത്, ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഈ ആമലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് അതിന് കിട്ടും, ഫലം അതിന് കിട്ടും. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഇസ്മാണ്. വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കും. അപ്പോ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര്, ജോലിയിൽ ഉയർച്ച ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര്, അതേപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നവര്, അവരൊക്കെ ഈ ഇസ്മിനെ പതിവാക്കണം എന്നുള്ളതാണ്. ഇനി ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളുണ്ട്. ഈ പള്ളി കമ്മിറ്റിയിലും അതേപോലെ തന്നെ മദ്രസ കമ്മിറ്റിയിലും സ്കൂൾ കമ്മിറ്റിയിലും അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക സംഘടനകളിലൊക്കെ നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മറ്റുള്ളവരുടെ അസൂയയിൽ നിന്നും ശത്രുതയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ഹിഫ്ളോടുകൂടെ അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇസ്മിനെ പതിവാക്കിയാൽ വളരെയധികം ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, സ്വാലിഹ് എന്ന പേരുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വാലിഹ് എന്ന പേരുള്ള ആളുകള്, സ്വാലിഹ എന്ന പേരുള്ള ആളുകള്, ഈ ഇത്തരം ആളുകളൊക്കെ ഈ ഇസ്മിനെ പതിവാക്കിയാൽ ആ പേരുള്ളവർക്ക് പ്രത്യേകമായിട്ട് ഇത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അലി എന്ന ഇസ്മില് ഒരു ഇരട്ടയ ഉണ്ട്. അലി എന്ന് പറയുമ്പോൾ ഇരട്ടയ ഉണ്ട്. ആ ഇരട്ടയ ഉന്നത സ്ഥാന പ്രാപ്തിയാണ്. അഥവാ അവന്റെ ഉന്നത സ്ഥാനങ്ങള് അവനക്ക് എത്തിച്ചേരാനുള്ള സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സഹായകമായിട്ടുള്ള ഇസ്മാണ് ഇസ്മാൻ. അതുകൊണ്ട് തന്നെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് നാം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറയുന്നത് നിങ്ങൾക്ക് എത്രമേൽ മനസ്സിലാകുമെന്നറിയൂല. ഇതിനെക്കുറിച്ച് പഠിച്ചവർക്ക് അസ്മാഉൽ ഹുസ്ന ഒരു വലിയ ലോകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്മാഉൽ ഹുസ്ന കൃത്യമായി പഠിച്ച് അതിനെ പ്രയോഗിക്കുന്നവർക്കാണ് ഇതിന്റെ ഉപയോഗം അത്രമേൽ മനസ്സിലാക്കുക. മനസ്സിലാകാത്തവര് ക്ഷമിക്കുക, ഇൻഷാ അല്ലാഹ്. അവർക്ക് ഞാൻ ഗഹനമായിട്ട് ഓരോ ഇസ്മുകളുടെയും ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ലളിതമായിട്ട് അത് പറഞ്ഞിരുന്നു ഓർമ്മിപ്പിക്കുകയാണ്. എഴുത്തിന്റെ എല്ലാ ഷർത്തുകളും പാലിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എഴുതുമ്പോൾ പ്രത്യേക ഉപാധികളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എഴുത്തിന്റെ എല്ലാ ഉപാധികളും പാലിച്ച് ഖമർ മികച്ചു നിൽക്കുന്ന മുഹൂർത്തത്തിൽ ആരെങ്കിലും ഇതിനൊരു കളമുണ്ട്, ഒരു കള്ളിയിൽ വരച്ചിട്ട് ചെയ്യാനുള്ളത്. അതൊക്കെ കൃത്യമായി ഇതിന്റെ ഷർത്തുകൾ പാലിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ കളം വരച്ച് അതില് ഇതിന്റെ കളം ഒരു മോതിരത്തിൽ കൊത്തിയിട്ട്, ആ മോതിരത്തിന് ചില ഉപാധികളുണ്ട്, ഒരു മോതിരത്തിൽ കൊത്തി അമ്പർ കൊണ്ടും അതേപോലെ തന്നെ അകിൽ കൊണ്ടും പുകച്ച് ദേഹത്തിൽ ചുമന്നാൽ കാണികളെല്ലാം അയാളെ ആദരിക്കും, വിനയപുരസ്സരം അയാളെ സ്വീകരിക്കും. രാജാക്കന്മാർ അവരുടെ രാജവംശം നിലനിർത്താൻ പണ്ടു മുതൽ ഇന്നേ വരെ ഈ ഒരു രൂപം ഉപയോഗപ്പെടുത്തി വന്നിട്ടുണ്ട്. അപ്പോ ഇതിന്റെ മോതിരത്തിനൊരു ഉപാധിയുണ്ട്, അതേപോലെ തന്നെ ഇത് കളം ഇത് വരയ്ക്കാനൊരു ഉപാധിയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, ഷർത്തുണ്ട്. അതേപോലെ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്നവര് അതൊരു കൃത്യമായ സമയമുണ്ട്, ഒരു സാഅത്തുണ്ട്, ആ സാഅത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ ഫലമുണ്ടാകുമെന്നുള്ളതാണ്. വലിയ വലിയ രാജാക്കന്മാരൊക്കെ പഴയകാലം മുതൽ അവരുടെ രാജവംശം, അവരുടെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ അവർ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, മോതിരം പറഞ്ഞപ്പോ മോതിരവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് മോതിരം ധരിക്കൽ സുന്നത്തുണ്ട്. അത് വലത് കൈയിന്റെയോ ഇടതു കൈയിന്റെയോ ചെറുവിരലിലായിരിക്കണം. ഇന്ന് പലരും പല വിരലുകളിലും മോതിരം ധരിക്കുന്നത് കാണാം. അങ്ങനെ ചെറുവിരലിൽ മോതിരം ധരിക്കുമ്പോൾ തന്നെ ആ മോതിരം ഇങ്ങനെ നല്ലൊരു കല്ല് നമ്മൾ തിരഞ്ഞെടുക്കണം, സ്റ്റോൺ. അത് നല്ല ബറക്കത്തുള്ള ഏതെങ്കിലും ഒരു ആലിമിന്റെയോ സയ്യിദിന്റെയോ അടുക്കലിൽ നിന്ന് നല്ല ബറക്കത്തുള്ള ഒരു മോതിരം അവരെ കൊണ്ട് പറഞ്ഞ് നന്നാക്കിയിട്ട് ഒരു ബറക്കത്തോടുകൂടി അതെടുത്ത് മോതിരം ധരിക്കൽ പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്താണ്. ആ മോതിരം ധരിക്കുമ്പോൾ അതിന്റെ സ്റ്റോണ് ഇതേപോലെ കല്ല് ഇതേപോലെ ഉൾഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ധരിക്കല് അത് പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ മോതിരം ധരിക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. മോതിരത്തിന്റെ സ്റ്റോൺസ്, അതിന്റെ കല്ലുകൾ, ഒരുപാട് ഐറ്റം കല്ലുകളുണ്ട്. ഞാൻ അതിന്റെ പേരുകളൊന്നും പറഞ്ഞ് നിങ്ങളെ കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തിക്കുന്നില്ല. ഓരോ കല്ലുകൾക്കും ഓരോ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുണ്ട്. പല ആളുകളും നേരത്തെ ഞാൻ ഏതൊരു വീഡിയോയിൽ എന്തോ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് മോതിരത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോതിരത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് അതിന്റെ സ്റ്റോൺസ്, അതിന്റെ കല്ലുകളെ കുറിച്ചാണ്. മോതിരത്തിന്റെ ഒരുപാട് കല്ലുകളുണ്ട്, വ്യത്യസ്തങ്ങളായ ഫലങ്ങളുള്ള കല്ലുകളുണ്ട്. വലിയ വലിയ മഹാരഥന്മാരൊക്കെ ഉപയോഗിച്ചു വരുന്നിരുന്ന സ്റ്റോണുകളും കല്ലുകളൊക്കെ ഉണ്ട് ഈ മോതിരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കല്ലുകളെ കുറിച്ചുള്ള ഒരു ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിലല്ലേ പറയേണ്ടതുള്ളൂ. അപ്പൊ മോതിരം പുരുഷന്മാർ ധരിക്കൽ സുന്നത്താണ്. വെള്ളി മോതിരം ധരിക്കണം. അതിന് കൂടുതൽ പൈസ ഒന്നും ഉണ്ടാവില്ല, ചെറിയ രൂപത്തിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും. അത് പ്രത്യേക സുന്നത്ത് കൂടെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല മോതിരം ധരിച്ച് നമ്മുടെ കയ്യിനും തന്നെ ഒരു സീനത്താണ്, ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ സുന്നത്ത് നിലനിർത്തലും കൂടെയാണ്. എന്നാൽ ധരിക്കുന്ന മോതിരത്തിന്റെ കല്ലുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന കല്ലുകളുണ്ട്. നമ്മുടെ ജോലിയിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന കല്ലുകളുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായി, ഞാൻ ആ വിഷയം ഇപ്പൊ പറയുന്ന സമയമല്ലാത്തതായതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മഅ്മൂൻ ചക്രവർത്തി, അവരോടൊരാൾ ചോദിച്ചു, ഈ പേർഷ്യൻ ചക്രവർത്തിമാരടക്കം രാജാക്കന്മാരടക്കം പലരും താങ്കളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും അതിന് സാധിക്കുന്നില്ല. അങ്ങയെ തകർക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അങ്ങയുടെ സൈന്യത്തിന് മുമ്പിൽ അവരെല്ലാവരും പരാജയപ്പെടുന്നു, ജീവനും കൊണ്ടോടുന്നത് കാണുന്നു. എന്താണ് അതിന്റെ രഹസ്യമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ മഅ്മൂൻ ചക്രവർത്തിയുടെ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ മോതിരം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ പക്കലുള്ള കാലത്തോളം ആരും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല എന്ന്.
അങ്ങനെ മോതിരം കൊണ്ട് മോതിരത്തിന്റെ കല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് അത് പറയാം. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞത് യാ അലിയു എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. ഐഹിക ലോകത്ത് ഔന്നത്യവും പാരത്രിക ലോകത്ത് വലിയ വിജയവും ലഭിക്കാൻ ഈ നാമം ദിനം പ്രതി ധാരാളം ഉരുവിട്ടുകൊണ്ടിരിക്കുക, എണ്ണമില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കാം. നമ്മുടെ ലക്ഷ്യം ഇഹലോക ജീവിതം മാത്രമല്ല, പരലോക ജീവിതവും കൂടെയാണല്ലോ. ഇരുലോക വിജയത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും. നമ്മുടെ ദിക്റിലും ദുആയിലും മറ്റും അത് മുഴച്ചു കാണണം. അപ്പോൾ ഈ നാമം ധാരാളം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, വിജയവും ഔന്നിത്യവും സുനിശ്ചിതമായിരിക്കും. ഈ ഒരു അലിയ് എന്ന പദത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് അത് അദദ്, ഞാൻ പറഞ്ഞില്ല അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ അദദുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും അദദ് ഉണ്ട്. ആ അദദ് അനുസരിച്ചാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള് വീട്ടേണ്ടവർ ചെയ്യേണ്ടത്. റിയാള് വീട്ടുന്ന ആളുകളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതെങ്കിലും ദിവസത്തെ സുന്നത്ത് നോമ്പ് എടുത്തിട്ട് റിയാള് വീട്ടിയാൽ ഈ ഇസ്മുകളൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫലം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താണ്. 110 അലിയ എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ്. അപ്പോ ഇതിന്റെ ഖാദിമ് നമ്മൾ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കീഴിലുള്ള ഖാദിമ്, ഇതിന്റെ മലക്കുകൾ, ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ചുമതലയാക്കപ്പെട്ട മലക്കുകൾ, അവര് ഈ ഇസ്മ ദിനേന ചൊല്ലുന്നവർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹാദിമീങ്ങൾ വന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇതിന്റെ ഹാദിമീങ്ങൾ സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കുന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ അറിയാം അസ്മാഉൽ ഹുസ്ന കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ മഹത്വങ്ങൾ. നമ്മുടെ മജ്ലിസിലിരുന്ന് തന്നെ നിരവധി തവണ പലർക്കും അനുഭവമുണ്ട്. അസ്മാഉൽ ഹുസ്ന കഠിനമായിട്ട് അതൊരു സബരിയായി അതങ്ങനെ ഏറ്റെടുത്ത് ചൊല്ലിയവര്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുന്നവരോട് ഞാൻ എല്ലാ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കൊണ്ട് പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ അമല് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയിരിക്കുക. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ലളിതമായ റിയാള അസ്മാഉൽ ഹുസ്നയിൽ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്ന് കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് എന്ന് പറയുന്ന യാ അലി എന്ന് പറയുന്ന അലി എന്ന് പറയുന്ന ഈ ഇസ്മ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ രൂപത്തിലുള്ള അമലുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശദമായി പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആ മോതിരത്തിൽ കൊത്തിവെക്കാനുള്ള അല്ലെങ്കിൽ മോതിരത്തിൽ എഴുതി വെക്കാനുള്ള ആ ഒരു കളം ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവം ആരെ മുമ്പിലും പരാജയപ്പെടാതിരിക്കാനുള്ളത്. അതിവിടെ പറഞ്ഞിട്ടില്ല, ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല. അതൊക്കെ പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് അങ്ങ് പറഞ്ഞെന്നാല് ആ ഷർത്തുകളൊക്കെ പാലിച്ചെഴുതാൻ സാധിക്കൂല. അതുകൊണ്ട് തെറ്റായ രൂപത്തിലേക്ക് എഴുതണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വിശദമായിട്ട് നമ്മൾ ഓരോ ഇസ്മുകളെ കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത് ഉണർത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് വളരെ ആത്മാർത്ഥമായി അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുമ്പോൾ റിയാള വീട്ടുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറയുന്ന ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു, നേരിട്ട് കാണാനുള്ള അവസരം ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ ആണുള്ളത്. അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ് 10 മണിക്ക് ശേഷം ഫോൺ വിളിക്കേണ്ടത്. അന്നാണ് ബുക്കിങ്ങിന് വേണ്ടി ഫോൺ വിളിക്കേണ്ടത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് പലരും പറയുന്നു ഞാൻ 4 മാസമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, 6 മാസമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉസ്താദേ എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല. അങ്ങനെ ബോധപൂർവം ഒരാളെയും അവോയ്ഡ് ചെയ്യുകയോ ഒരാളെയും എടുക്കുകയോ ചെയ്യുന്നില്ല. എനിക്ക് പൊതുവിൽ ആരെയും അറിയൂല, അതുകൊണ്ട് അങ്ങനെ എടുക്കാനുള്ള സാഹചര്യവും ഇല്ല, അങ്ങനെ എടുക്കുന്നത് നീതിയുമല്ല. അത്തരം പ്രവൃത്തി നമ്മൾ ചെയ്യൂല. കിട്ടുന്നവർക്ക് കിട്ടുകയാണ്. ഇപ്പോ ആലപ്പുഴയിൽ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, മുത്തഅല്ലിമീങ്ങള്. അവരെ എങ്ങനെയോ പരിചയപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഉസ്താദ് 4 മാസത്തോളമായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു, ഇതുവരെ ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്ങനെങ്കിലും ഈ ചൊവ്വാഴ്ചത്തേക്ക് ഒരു ബുക്കിംഗ് എടുത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ചൊവ്വാഴ്ച ഒന്നാമത് നമുക്ക് ലീവാണ്. ഇനി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ഞായറാഴ്ച വിളിക്കേണ്ടത്. അപ്പോൾ 10 മണിക്ക് ശേഷം വിളിക്കുമ്പോഴേക്ക് ചിലപ്പോൾ അത് 2 മണിയാകുമ്പോഴേക്ക് ഫുൾ ബുക്കിംഗ് ആകുന്നു, ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ബുക്കിംഗ് ആവുന്നു. ഇങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാതെ പോകുന്നതെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിൽ വലിയ സമാധാനം നൽകട്ടെ.